ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നല്ലൊരു അടിപൊളി ബ്രെഡ് ടോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് സ്നാക്സായും ബ്രേക്ക്ഫാസ്റ്റായും ഒക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലും ഇത് കൊടുത്തു വിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയും നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 2 മുട്ട വെച്ച് നമുക്ക് ഏകദേശം ഒരു 8 ബ്രെഡ് സ്ലൈസ് വരെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു മുട്ടയിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞതും, ഒരു അര കഷ്ണം തക്കാളി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, കുറച്ച് മല്ലിയില അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തവ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ കാണാം, ആ മുട്ട മാത്രമേ ആ ബ്രെഡിൽ ഒട്ടിപ്പിടിക്കുന്നുള്ളൂ. ടൊമാറ്റോയും സവാളയും ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ബ്രെഡ് ഇതുപോലെ തവയിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു സ്പൂണ് വെച്ച് അതിന് മുകളിലേക്ക് ഈ ഒരു മിക്സ്ചർ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബ്രെഡിൽ മൊത്തം അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ ഒരു സൈഡ് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുത്തും 1 മിനിറ്റ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.